नमस्ते जगल्पते नमस्ते रमापते नमस्ते दाशरथे नमस्ते सतां पते. നമസ്കാരം. ഇന്ന് കർക്കടകം 24 രാമായണ സംവാദ യജ്ഞത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെയുള്ളത് ആചാര്യൻ ശ്രീ ഗോപിനാഥ് പുത്രക. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. നമസ്തേ. ഇന്നത്തെ നമ്മുടെ വിഷയം ഹനുമത് സീതാ സംവാദമാണ്. ഇത് സുന്ദരകാണ്ഡത്തിന്റെ ഒരു ഭാഗമാണ്. കഴിഞ്ഞ ഭാഗത്ത് അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭഗവതി ദേവിയെ ദർശിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത് സുന്ദരകാണ്ഡം അത് അത്രയും മനോഹരമായൊരു ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, അല്ലെ? അപ്പോ അവിടെ ഹനുമാൻ സീതാദേവി ശിംശഭാവൃക്ഷ ചുവട്ടിലിരിക്കുന്ന ആ ദേവിയെ കാണുന്നു. ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കായിട്ട് അവിടെ ഒരു അങ്കുലീയം കൊടുക്കുന്നു. സീതാദേവി ചൂടാമണി തിരിച്ചു കൊടുക്കുന്നു, അല്ലെ? അതിനിടയിലുള്ള അവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ സംവാദമായിട്ട് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് കാണാം. ഇവിടെ ഹനുമത് സീതാ സംവാദം എന്ന ഭാഗമാണ് നാം ഇന്നിവിടെ മനനത്തിന് വിധേയമാക്കുക. അതോടൊപ്പം തന്നെ ആ രണ്ടുപേരുടെയും സംഭാഷണത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം. ആ രണ്ടുപേരുടെ സംഭാഷണം അല്ലെങ്കിൽ സംവാദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഹനുമത് സീതാ സംവാദം ഒത്തിരി വരികളിലൂടെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. എങ്കിലും ഹനുമാൻ സീതാദേവിയെ കാണുന്ന ആ ഭാഗം, സീതാദേവി ഹനുമാനെ തിരിച്ചറിയുന്ന ആ രംഗം, അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഭക്തി നിർഭരമാക്കി തീർക്കുവാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം. ശരൈ അശോകവനികാം വിജിന്വൻ ശിംശമാതരും അദ്രാക്ഷം ജാനകീമത്ര ശോചന്തിം ദുഃഖസംപ്ലുത. അതാണ് ഒരു ഭാഗം. രാവണന്റെ ആ ലങ്കയിൽ സീതാദേവി ആ രാക്ഷസ പ്രഭുത്വത്തിനെതിരെ ഒരു ധർമ്മ സമര നായികയായി കുടികൊള്ളുന്ന ആ രംഗം, അശോകവനികയിൽ ശിംശവ മൂലത്തിൽ ദുഃഖ സംപ്ലതയായിട്ട് ശോചനീയ അവസ്ഥയിൽ കുടികൊള്ളുന്ന സീതാദേവിയാണ് ഹനുമാൻ കാണുന്നത്. ആ ശ്ലോകത്തിന്റെ സാരം അതാണ്. ദേവിയെ ഹനുമാൻ കാണുന്നത് എങ്ങനെയാണ്? ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ, ഞാൻ കോസലേന്ദ്രനായ രാമന്റെ ദാസനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവിയുടെ അടുക്കിലേക്ക് ചെല്ലുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ദേവിക്ക് ഹനുമാനെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഇത് രാക്ഷസന്മാരുടെ ഒരു മേഖലയാണ്. ആരും ഏത് വേഷത്തിലും ദേവിയുടെ അടുക്കിലേക്ക് വരാം, ഏത് രീതിയിലും അടുത്തിടപഴകാം. അതുകൊണ്ട് രാമമന്ത്രം എവിടെയാണോ കേൾക്കുന്നത് ആ രാമമന്ത്ര ശ്രവണത്തിൽ മാത്രമേ ദേവിക്ക് വിശ്വാസം വരികയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കോസലേന്ദ്രനായ ശ്രീരാമന്റെ ദാസനാണെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അശോകവനികയിൽ ശിംശഭാമൂലത്തിൽ കുടികൊള്ളുന്ന ദേവിയുടെ അടുക്കിലേക്ക് ചെല്ലുവാൻ കാരണം. സീതയ്ക്ക് രാമനെ മനസ്സിലാകുന്നില്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ആ കാര്യം അവിടെ തുറന്നു പറയുന്നു. ഒടുവിൽ ആ ദേവിയെ ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് ഹനുമാൻ പറയുന്നത് സുഗ്രീവ സഖ്യം മുതൽ താൻ ഇവിടെ എത്താനുണ്ടായ ആ സംഭവ വികാസങ്ങളുടെ ഒരു രത്ന ചുരുക്കമാണ്. അതങ്ങനെയാണ്. ദൂതന്റെ ഒരു പ്രത്യേകതയാണ്. ദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും അറിയാത്തവനല്ല. എല്ലാ വിദ്യകളും പഠിച്ച് അത് പ്രയോഗിക്കേണ്ടിടത്ത് പ്രയോഗിക്കാനുള്ള സാമർഥ്യം ഉള്ള വ്യക്തി കൂടിയായിരിക്കണം ദൂതൻ. നമ്മളൊരു ആളെ ദൂതനായിട്ട് അയക്കുമ്പോൾ അവിടെ ഇവിടെയും കറങ്ങിയടക്കുന്ന പ്രകൃതമുള്ള ഒരാളെയല്ല നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഹനുമാൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ തന്നെ കണ്ടത്
നല്ല വൈയാകരണൻ വടു എന്നാണ്. അപ്പോ സുഗ്രീവന്റെ മന്ത്രിയാണ് അദ്ദേഹം, വൈയാകരണനാണ്. ഒരപശബ്ദം പോലും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരില്ല. ആ അപശബ്ദം വരില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ആദ്യം പറഞ്ഞ ദാസോസ്മി. ആ ദാസോസ്മി. അപ്പോ ഒറ്റ വാക്കിൽ തന്നെ സീതാദേവിക്ക് തന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി ശ്രീരാമഭക്തനാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ ഒരു സംശയത്തിന് അവിടെ ഇടമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു വ്യക്തിയാണ് ദൂതൻ. അപ്പൊ ദൂതന്റെ ആ ഗുണം എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു സമാഗമത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. സാധാരണ ദൂതന്മാരെന്ന് പറയുമ്പോൾ കേവലം ഒരു മെസ്സഞ്ചർ മാത്രമല്ല. ഇവിടെ ഹനുമാൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം ഏറ്റെടുത്തുകൊണ്ട് ലങ്കയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതും സീതാദർശനം, സീതയെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ അതിനുള്ള പക്വതയും പാകതയും എല്ലാം ഈ പറയുന്ന ഹനുമാൻ ഉണ്ടായിരിക്കണം. പക്ഷെ എങ്കിലും ഈ ഹനുമാന്റെ ആ സാമീപ്യത്തിൽ ദേവിക്ക് പൂർണ്ണമായിട്ടും ഇത് രാമദൂതനാണെന്ന് ബോധ്യപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെ ആ ബോധ്യപ്പെടാതെ വന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഹനുമാൻ ഒരു പരിജ്ഞാനാർത്ഥം, അത് വാക്കതാണ്, പരിജ്ഞാനാർത്ഥം രാമമുദ്രാങ്കിതമായ ആ മോതിരം ദേവിയെ കാണിക്കുന്നത്. പശ്യാങ്കുലീയം, അങ്കുലീയം കണ്ടാലും അതും ദൂതന്റെ ഒരു ഗുണഗണമാണ്. കാരണം താൻ ആരോടാണോ ഇടപെടുന്നത് ആ വ്യക്തിയുടെ വിശ്വാസം പൂർണ്ണമായിട്ടും തനിക്ക് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ അംഗീകരിക്കണമെങ്കിൽ അതിനൊരു പരിജ്ഞാനം വേണം. പരിജ്ഞാനാർത്ഥം ഒരു അഭിജ്ഞാനം വേണം. ആ അഭിജ്ഞാനം കാണിച്ചുകൊണ്ട് രാമമുദ്രാങ്കിതമായ ആ മോതിരം കാണിച്ചുകൊണ്ടാണ് ഹനുമാൻ സീതാദേവിയോട് സംസാരിക്കുന്നത്. പശ്യാങ്കുലീയം, ഈ അങ്കുലീയം കണ്ടാലും. അപ്പോ ആ അങ്കുലീയം കണ്ടപ്പോൾ ദേവിക്ക് മനസ്സിലായി ഇത് ശ്രീരാമേന്ദ്രന്റെ അങ്കുലീയമാണ്. കാരണം നമുക്ക് വളരെ ചെറിയൊരു കാര്യമാണെങ്കിലും അതിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. കാരണം അങ്ങനെ ആരിലും വിശ്വസിക്കുന്ന ഒരു പ്രകൃതമല്ല സീതാദേവി. സീതാദേവിയുടെ ഒരു മഹത്വം അതിനകത്തും കാണാൻ കഴിയും. രാമന്റെ അങ്കുലീയം അല്ലെങ്കിൽ രാമമുദ്രയുള്ള അങ്കുലീയം മാത്രമേ ദേവി അംഗീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ രാമനാമത്തിന് മാത്രമേ അവിടെ പ്രാധാന്യമുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാക്ഷസന്റെ രാജധാനിയിൽ ഒട്ടനവധി രാക്ഷസന്മാര് അവരവരുടെ കേളിവിലാസങ്ങളുമായി കഴിയുന്ന സമയത്ത് അവിടെ ഒരാളുടെ നാവിൽ നിന്നാണ് രാമമന്ത്രം വന്നത്. അത് ഹനുമാന്റെ നാവിൽ നിന്നാണ്. അതാണ് ദാസോസ്മി കൗസലേന്ദ്രസ്യ രാമസ്യ ഞാൻ. അപ്പൊ അത് വേറിട്ട ശബ്ദമാണ്. അവിടെ അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ല. കാരണം രാവണന്റെ ആ ഒരു ആധിപത്യമുള്ള സ്ഥലത്ത് ഒരിക്കലും രാമമന്ത്രം ജപിക്കുന്ന ഒരു വ്യക്തിയെ കാണുക എന്നുള്ളത് അത്ഭുതമാണ്. അത് ഇവിടെ ഹനുമാനിൽ നിന്നും ദേവിക്ക് കേട്ടപ്പോൾ മനസ്സിലായി ഇത് രാമദൂതൻ തന്നെയാണ്. അതുകൊണ്ട് ആ മുദ്രമൂലം കണ്ടപ്പോൾ ദേവിക്ക് വളരെയധികം ഒരു സന്തോഷമുണ്ടായി. ദൃഷ്ട്വാ സീത പ്രമുദിത രാമനാമാങ്കിതം തഥാ മുദിതാം ശിരസാധൃത്വ സ്രവദാനന്ദ നേത്രജ. ആ മോതിരം വാങ്ങിച്ച് അത് ശിരസിൽ വയ്ക്കുകയാണ് ചെയ്തത്. അത് കണ്ടിട്ട് വളരെയധികം സന്തോഷമുണ്ടായി. മാത്രമല്ല ദേവി ആനന്ദ നേത്രജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ ഒഴുകി എന്ന് പറയുന്നു. അതാണ് നമ്മളൊരു ഭക്തന്റെ രീതി കാണുമ്പോൾ അങ്ങനെ കാണേണ്ടത്. ആ ഒരു ശ്ലോകം അതാണ്. മുദികാം ശിരസാധൃത്വ, ശിരസിലേക്ക് വച്ചിട്ട് സ്രവദാനന്ദ നേത്രജ, കണ്ണിൽ നിന്ന് അശ്രുക്കൾ ഒഴുകിയുണ്ടായി. കാരണം രാമൻ തന്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഉറപ്പ് ദേവിക്ക് കിട്ടുകയാണ് ആ മുതൽ കണ്ടു കഴിഞ്ഞപ്പോൾ. അതാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പൊ ആ ഒരു സമാഗമത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സംഭവമാണെങ്കിൽ പോലും നമുക്കിത് തള്ളിക്കളയാൻ പറ്റില്ല. രാമായണത്തിലെ ഏറ്റവും നല്ലൊരു ഭാഗമാണിത്. ഒരുപക്ഷെ ഇതെല്ലാം ഉള്ളത് കൊണ്ടായിരിക്കാം സുന്ദരകാണ്ഡത്തിന് ആ ഒരു പേര് വരുന്നത്, അല്ലെങ്കിൽ വരില്ല. ഇവിടെ അങ്ങനെ ദേവിയുടെ ആ അനുഗ്രഹത്തോട് കൂടിയിട്ട്, ഇത് മുഴുവൻ ഞാൻ പറയുന്നില്ല, കഥ ഒത്തിരി ഉണ്ട് അതിനകത്ത്. വേണമെങ്കിൽ ഹനുമാന് വേണമെങ്കിൽ ദേവിയെ രക്ഷിക്കാം, അല്ലെ? ആഞ്ജനേയൻ വിചാരിച്ചു കഴിഞ്ഞാൽ ദേവിയെ ആ രാക്ഷസന്മാരുടെ ലോകത്ത് നിന്ന് രക്ഷിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ദേവി അതിന് സമ്മതിക്കില്ല. കാരണം എന്താ? ക്ഷത്രിയനായ ശ്രീരാമേന്ദ്രന്റെ കുലവധുവാണ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പട്ടമഹിഷിയാണ് സീതാദേവി. ആ പട്ടമഹിഷി അങ്ങനെ ഒരു ദൂതന്റെ കൂടെ പോവുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. മറിച്ച് തന്റെ ഭർത്താവ് ക്ഷാത്രവീര്യമുള്ള സൂര്യവംശിയായ ആ പുണ്യാത്മാവ് രാവണ വധം നിർവഹിച്ച് തന്നെ ലങ്കയിൽ നിന്ന് കൊണ്ടുപോകണം. അതാണ് കുലസ്ത്രീയുടെ സംസ്കാരം. കുലസ്ത്രീകൾ അങ്ങനെയാണ് ചിന്തിക്കുകയുള്ളൂ. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു ദൂതം വന്നു കഴിഞ്ഞാൽ ഉടനെ എന്നാ ശരി ദൂതന്റെ കൂടെ അങ്ങ് പൊക്കോളാം, അങ്ങനെ രക്ഷപ്പെടലല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ വെറുതെ രക്ഷപ്പെടാനുള്ളതല്ല. നമ്മളൊക്കെ അങ്ങനെയല്ലേ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അത്ര നമുക്ക് ആഗ്രഹമുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു രക്ഷയല്ല. അങ്ങനെ ഒരു രക്ഷയാണെങ്കിൽ നമുക്ക് രാമായണം കിട്ടില്ല, സീതാദേവിയെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അപ്പോ കേവലം ഒരു രക്ഷയിലുപരി
തന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ദൂതൻ ആഞ്ജനേയൻ സാക്ഷാൽ തന്റെ ഭർത്താവിന്റെ ദാസനാണെന്ന് ബോധ്യപ്പെടുകയും ഈ തന്നെ കണ്ട കാര്യം അവിടെ ചെന്ന് പറയുകയും അതിനുശേഷം രാമൻ പരിവാരങ്ങളോടുകൂടി വന്ന് യുദ്ധം ചെയ്ത് രാക്ഷസ വധാനന്തരം ദേവിയെ മോചിപ്പിക്കണം. അതാണ് കുലസ്ത്രീയായ സീതാദേവി ആഗ്രഹിച്ചത്. എങ്കിലും ഈ ദേവിയെ കണ്ടു എന്നുള്ളതിനൊരു രേഖ വേണം. ഹനുമാൻ സീതയെ കണ്ടു എന്നുള്ളതിന് ഇത് വേണം. അതും ദൂതന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളൊരാളെ കാണാൻ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹം കണ്ടു എന്നുള്ളത് എന്താണ് ഒരു തെളിവ്? ഇത് ജീവിതത്തിലുള്ളതാണ്. ഞാനവിടെ പോയി കണ്ടു, എങ്ങനെ കണ്ടു, എന്താണ് അതിനൊരു രേഖ, അല്ലെങ്കിൽ അതിന്റെ ഒരു തിരിച്ചറിയൽ എന്താണ്? ആ തിരിച്ചറിയൽ, ആ സാമഗ്രി, തിരിച്ചറിയാനുള്ള ഒരു സാമഗ്രിയും കൂടി ഹനുമാൻ ദേവിയിൽ നിന്ന് വാങ്ങിക്കുകയാണ്, ആ ചൂടാരത്നം. ഇതൊക്കെ വളരെ വളരെ വിശദമായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് പറയുന്നുണ്ട് അവിടെ, വിമുച്യ കേശവാശാന്തേ സ്ഥിതം ചൂടാമണിം ദദൗ അനേന വിശ്വസേത് രാമ സ്ത്വാം കവീന്ദ്ര സലക്ഷ്മണ. വിമുച്യ കേശവാശാന്തേ, കേശവാശത്തിലിരുന്ന ആ ചൂടാമണി എടുത്തിട്ട് എങ്ങനെയാണ് കൊടുത്തത്? ഈ ചൂടാമണി കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രീരാമലക്ഷ്മണന്മാരുടെ പൂർണ്ണ വിശ്വാസം നിനക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ കേവലം ദൂതനല്ല, ദേവിയും എല്ലാം പഠിച്ചതാണ്. സീതാദേവിയും എല്ലാം അറിഞ്ഞ വിദുഷിയായ ഒരു സതീരത്നമാണ്. അതാണ് ഭാരതത്തിലെ സ്ത്രീകളൊക്കെ വിദുഷികളായിരിക്കണമെന്നാണ് നമ്മുടെ വേദം പറയുന്നത്. മനസ്സിലായില്ലേ? വിദുഷികളാണ്. വിദുഷികളൊക്കെ അങ്ങനെ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ചൂടാരത്നം രാമലക്ഷ്മണന്മാരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് അവരുടെ പൂർണ്ണമായ വിശ്വാസം നേടിയെടുക്കാൻ സാധിക്കും എന്നുകൂടി സീതാദേവി ഹനുമാനോട് പറയുകയാണ്. അങ്ങനെയാണ് അവരുടെ ആ സമാഗമം അവിടെ അവസാനിക്കുന്നത്. വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ ഇതാണെന്നർത്ഥം. ആ പരിജ്ഞാനാർത്ഥം കൊടുത്ത രാമനാമാങ്കിതമായ ആ മുദ്രമോതിരവും അതുപോലെ ഈ ചൂടാരത്നവും, ഇത് രണ്ടുമാണ് ഈ രാമായണത്തിന്റെ ആ ഒരു കഥാഗതിയെ മുന്നോട്ട് നയിക്കുന്ന മറ്റൊരു ഭാഗം. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ രണ്ടുപേരുടെയും ഈ കൂടിക്കാഴ്ച എന്നുള്ളത് ഹൈന്ദവ ധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ദാർശനികവും ആധ്യാത്മികവും അതുപോലെ അവരുടെ ജീവിതത്തിന് ഉയർച്ച ഉണ്ടാക്കാൻ ഉതകുന്ന പല പദ്ധതികളിലേക്ക് നയിക്കാൻ ഉതകുന്ന ഒരു രംഗം കൂടിയാണെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത്രയുമാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ രംഗത്തെ എനിക്കിവിടെ പറയാനുള്ളത്. എല്ലാവരും ആഞ്ജനേയന്റെയും സീതാദേവിയുടെയും ആ കൂടിക്കാഴ്ചയെ ഒരു ആത്മീയ കൂടിക്കാഴ്ചയായി, ഒരു ഭക്തനും ഒരു ഉപാസകനും ഉപാസനും തമ്മിലുള്ള ഒരു ബന്ധമായിട്ട് കണ്ടുകൊണ്ട് അതിനെ മനസ്സിലാക്കി എല്ലാവരും ജീവിക്കണമെന്ന് ഇവിടെ അഭ്യർത്ഥിക്കുന്നു. ജയ് ശ്രീറാം. ഒരു കൂടിക്കാഴ്ചക്ക് മുമ്പ് കോൺട്രവേഴ്സ്യലായ പല സബ്ജക്റ്റുകളും നമ്മൾ സംസാരിച്ചു. അതിന് തൊട്ടു മുമ്പ് ഇവിടെയും ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചോദ്യം ചില സ്ഥലങ്ങളിൽ നിന്നും സംഗ്രഹിച്ച അല്ലെങ്കിൽ അവിടെ നിന്ന് കളക്ട് ചെയ്ത ചോദ്യങ്ങളാണ്. ഇവിടെ നിരവധി പേർ രാമന്റെ ആജ്ഞ സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് വിവിധ ദേശങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഹനുമാന് മാത്രം ശ്രീരാമചന്ദ്രന് അങ്കുലീയം കൊടുത്തുവിട്ടത്? അത്ര ഹനുമാന്റെ മേൽ അത്ര ഉറപ്പുണ്ടായിരുന്നു ശ്രീരാമചന്ദ്രൻ. അപ്പൊ അദ്ദേഹത്തിന് മാത്രം എല്ലാ വീരന്മാരായിരുന്നു, അംഗദനും മറ്റു ആൾക്കാരും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ഹനുമാന്റെ കയ്യിൽ എന്തുകൊണ്ട് കൊടുത്തുവിടായിരുന്നു? ചോദ്യം പ്രസക്തമാണ്. ഇത് നമ്മളതിന്റെ ഉത്തരം പറയുമ്പോൾ വളരെ വിപുലമായ രീതിയിൽ അതിനെ നമ്മൾ കാണണം. പക്ഷെ അതിനുള്ള സമയം ഇവിടെ ഇല്ല. എങ്കിലും നമുക്ക് ഇത് വേറൊരു വിഷയമാണ്. വേറെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ രാഷ്ട്രസങ്കല്പം അല്ലെങ്കിൽ ഭരണകൂടം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒരു 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 ഭരണകൂടം അല്ലെങ്കിൽ ഒരു ഭരണാധിപൻ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു വിഭാഗത്തെ നയിക്കുകയാണ് അല്ലെങ്കിൽ നിയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ തന്നെ സീതാന്വേഷണാർത്ഥമാണ് സുഗ്രീവന്റെ നേതൃത്വത്തിൽ വാനരന്മാരെ പല ദിക്കുകളിലേക്കും അയച്ചിട്ടുള്ളത്. പക്ഷെ പല ദിക്കുകളിലേക്കും വാനരന്മാരെ അയച്ചിട്ടുണ്ടെങ്കിൽ പോലും സീത എവിടെയാണെന്നുണ്ടെന്നുള്ളത് ശ്രീരാമൻ അറിയാം. മനസ്സിലായില്ലേ? സീത എവിടെയാണ്? രാവണന്റെ അല്ലെങ്കിൽ രാവണന്റെ രാജധാനിയിൽ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷെ ഈ ഇതുപോലൊരു അടയാളവാക്യം എല്ലാവരുടെയും കൊടുക്കാൻ പറ്റില്ല. അതിൽ പ്രധാനിയായിട്ടുള്ള വ്യക്തികളുടെ കയ്യിൽ മാത്രമേ അത് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതൊരു നിയമമാണ്. ആ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് ഒരു മെസ്സഞ്ചേഴ്സിനെ പല സ്ഥലത്തേക്കും വിടുവാണെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ഏറ്റവും കഴിവുള്ള വ്യക്തി, ഏറ്റവും സാമർഥ്യമുള്ള വ്യക്തി
ആ വ്യക്തിയെ മാത്രമേ നമ്മൾ ഒരു പ്രത്യേക ഒരു പരിജ്ഞാനാർത്ഥം ഒരു സാധനം ഏൽപ്പിക്കൂ. എല്ലാവരുടെയും കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല, ചിലപ്പോൾ അതുകൊണ്ട് പോകും. അല്ലെങ്കിൽ അവർക്കതിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവില്ല. ഇവിടെ ആഞ്ജനേയനോടത്തോളം അല്ലെങ്കിൽ ആഞ്ജനേയൻ എന്ന വ്യക്തിയോളം ലക്ഷ്യബോധമുള്ള മറ്റു വാരന്മാരില്ല. കാരണം അവരൊക്കെ കൂടെയുള്ളവരാണ്. ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് ഈ ദൂതനാവൻ. അതാണ് ആദ്യം പറഞ്ഞത്, ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ, ഞാൻ രാമന്റെ ദൂതനാവൻ. മറ്റാരും ഞാൻ രാമദൂതൻ എന്ന് പറയുന്നില്ല രാമായണത്തിൽ. രാമദൂതൻ എന്ന് പറയുന്ന ഒരേ ആളുള്ളൂ, ഹനുമാൻ മാത്രമേ. സുഗ്രീവൻ പറയുന്ന രാമദൂതൻ, കാര്യം അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്യുന്നത്, ആരും പറയുന്നില്ല. പക്ഷെ രാമായണത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും രാമദൂതനാണെന്ന് പല പ്രാവശ്യം പറയുന്ന വ്യക്തി ഹനുമാൻ മാത്രമേ ഉള്ളൂ. ഹനുമാന്റെ ആ ഒരു ബ്രഹ്മചര്യം അല്ലെങ്കിൽ നിഷ്ഠ, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം, അദ്ദേഹത്തിന്റെ ഈ കർമ്മകുശലത, ഇതെല്ലാം മറ്റുള്ളവർക്ക് പോലും മാതൃകയാണ്. അതുകൊണ്ട് ഇതിൽ ഏറ്റവും ഈ ദൂതൻ എന്നുള്ള നിലയിൽ ഏറ്റവും പ്രധാനി ഹനുമാനായതുകൊണ്ടാണ് ഹനുമാന്റെ കയ്യിൽ അത് കൊടുക്കുന്നത്. അത് കൊടുക്കുന്ന ഞങ്ങൾക്കറിയാം. ഇന്നും അതെയല്ലോ, ഇന്നൊരു വലിയ ഒരു പ്രസ്ഥാനം നടത്തുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് കീഴിൽ പണിയെടുക്കുന്ന വ്യക്തികളിൽ ഏറ്റവും പ്രധാനി ആരാണോ, കഴിവുള്ളവൻ ആരാണോ ആ വ്യക്തിക്ക് അറിയാം, അല്ലേ? ഏത് വിലയുള്ളവർക്കും അറിയാം. അപ്പോൾ ആ വ്യക്തിയെ ഏൽപ്പിക്കേണ്ടത് ആ വ്യക്തിയെ മാത്രം ഏൽപ്പിക്കണം. എല്ലാവരും ഇതിന്റെ ഭാഗമാണ്, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിനെ വിചിന്തനം നടത്തേണ്ടത്. അപ്പൊ ആളുകൾക്ക് വല്ലതും പറയാം, പക്ഷെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തില് ഇന്നത്തെ ഒരു സങ്കല്പമുണ്ടല്ലോ, ഇന്നത്തെ ലോകത്തിന്റെ ആ ഒരു ഗതി വെച്ച് നോക്കുമ്പോഴും നമുക്ക് കൃത്യമായ ഒരു ആവിഷ്കാരമാണ്. ഇപ്പൊ നടക്കുന്ന ഒരു പദ്ധതിയാണ്. നമ്മള് ഏറ്റവും നല്ല വ്യക്തിയുടെ അടുത്ത് മാത്രം അയാളാണ് അവിടെ എത്തും എന്നുള്ള ഉറപ്പുള്ളത്. അത് ആ ഉറപ്പ് ശ്രീരാമചന്ദ്രന് ഹനുമാന്റെ മേലിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോ ഒരു സ്ഥാപനം നടന്ന ആളല്ലെങ്കിലും ഇന്നത്തെ രീതിയിലായാലും ഒരു പ്രധാന വ്യക്തി എന്നുള്ള നിലയിലാണ് ഹനുമാനെ ഏൽപ്പിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ നമ്മൾ ആദ്യം തന്നെ ഹനുമാനെ കണ്ടു കഴിഞ്ഞു. ഈ ആഞ്ജനേയന്റെ കഴിവെന്താണെന്നുള്ളത് നേരത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, ഇല്ലേ? ഇപ്പോ അദ്ദേഹം സുഗ്രീവന്റെ മന്ത്രിയാണ്. ആ സുഗ്രീവൻ പോലും ഇദ്ദേഹത്തെയാണ് ഈ രാമലക്ഷ്മണന്മാരെ ലക്ഷ്യത്തിൽ എത്തുമെന്നുള്ള വിശ്വാസം. അവരും ആ വന്നിരിക്കുന്നത് ആരാണെന്ന് ഈ അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് പറഞ്ഞതും ആദ്യം പറഞ്ഞതിന്റെ എന്താണ്. അപ്പൊ അവിടെയും വരുന്നത് ഇദ്ദേഹമാണ്, നമ്മുടെ ഹനുമാനാണ്. അപ്പൊ ഹനുമാനോളം മറ്റു 4 മന്ത്രിമാരുണ്ടെങ്കിൽ ഹനുമാന്റെ അദ്ദേഹം, അതെ, ഈ ഹനുമാനോളം ഈ പറയുന്ന പോലെ പ്രാപ്തനായ ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 24ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സ്യൽ എന്ന് പറയുന്ന സബ്ജക്റ്റുകളും ഇതിന്റെ ഒപ്പം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. രാമായണത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ഏതെങ്കിലും സംശയങ്ങൾ മറ്റുമുണ്ടെങ്കിൽ ദയവായി കമന്റുകളിലേക്ക് ചേർക്കാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും രാമനാമത്തിൽ ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്തേ ജഗൽപതേ, നമസ്തേ.